വെൽക്കം ടു സാറാസ് കലിനറി എസ്കേപ്സ്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കടലക്കറിയാണ് പരിചയപ്പെടുത്തുന്നത്. വ്യത്യസ്തമായ രീതിയിൽ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മളിവിടെ 250 ഗ്രാം കറുത്ത കടല തലേദിവസം വെള്ളത്തിലിട്ട് കഴുകി വാരി ഇട്ടിട്ടുണ്ട്. കറുവപ്പട്ട ഒരില ഇട്ടിട്ടുണ്ട്. ഒരു പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്. ചെറിയ ഇഞ്ചിയുടെ ഒരു കഷ്ണവും 4 വെളുത്തുള്ളി കൂടെ ചതച്ചിട്ട് ഇതിനകത്ത് ഇടുന്നുണ്ട്. കറിവേപ്പില ഒരു തണ്ടിടുന്നുണ്ട്. ഇവിടെ നമ്മൾ 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ആ കടലയുടെ നെകക്കേന്ന് ഇച്ചിരി മുകളിലോട്ട് നിൽക്കണം, അത്രയും മതി വെള്ളം. നമ്മൾ ഉപ്പ് ഇടുന്നില്ല, പിന്നീടാണ് ഇടുന്നത്. നമ്മളിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഫുള്ളും വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. പിന്നെ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നിടം വരെ ഫുൾ ഫ്ലെയിമിലും 2 വിസിൽ വരാൻ ഫ്ലെയിം കുറച്ച് വെച്ച് മീഡിയം സൈസിലും നമുക്ക് വേവിച്ചെടുക്കാം. പാൻ ചൂടായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ എണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ ചൂടായിട്ട് ഒരു 1/4 ടീസ്പൂൺ കടുകാണ് ഇട്ടേക്കുന്നത്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്നിച്ചിടും. അത് നമ്മുടെ കറിവേപ്പിലയെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതായി കഴിയുമ്പോൾ നമ്മൾ ഒരു സബോള, മീഡിയം സൈസ് സബോള ചെറുതായിട്ട് അരിഞ്ഞത്, അതെല്ലാം കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് സബോളയുടെ ഒന്ന് വഴന്ന് കിട്ടും. ഇനി നമ്മൾ അതിനകത്തോട്ട് 1 ടീസ്പൂണ് ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് നമ്മൾ ഫുൾ എടുത്തിട്ടില്ല, വടിച്ചിട്ടാണ് 1 ടീസ്പൂൺ എടുത്തേക്കുന്നത്. ഉപ്പ് നമുക്കിടാം. ഇനി നമ്മൾ ഇതിനകത്ത് ഇടുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളിയും കൂടെ നന്നായി ചതച്ചിട്ടാണ് അതാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത്. ഇനി ഇത് നന്നായിട്ട് മൂക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂക്കണം, അല്ലെങ്കിൽ ഒരു പച്ചച്ചവ ഉണ്ടാവും. അത് നന്നായി മൂക്കുന്നിടം വരെ നമുക്കത് ഇളക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതിട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സമയം നമ്മൾ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇടും. നമ്മൾ കടലയുടെ 1/4 ടീസ്പൂൺ ഇട്ടായിരുന്നു. ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന കടലയ്ക്കകത്തുനിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഇതിനകത്ത് ഒഴിക്കുക. എന്നിട്ടത് മിക്സാക്കുക. നമ്മളിനി അതിനകത്തോട്ട് തക്കാളി ഇടുക. ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. ആ തക്കാളി അരിഞ്ഞതിനകത്ത് ഇടാം. അത് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം നമ്മൾ കടലയുടെ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് വേറെ വെള്ളം ഉപയോഗിക്കേണ്ട കാര്യമില്ല. കടയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും, ആ വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് തക്കാളി അതിനകത്ത് കിടന്ന് വേവട്ടെ. നമ്മളിനിയും 1 ടീസ്പൂൺ
മസാലപ്പൊടി, ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ഇതിനകത്ത് ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. കടല നോക്കാം നമുക്ക് വെന്തിട്ടുണ്ടോയെന്ന്. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഉപ്പിടാതാണ് വേവിച്ചേക്കുന്നത്. അപ്പോൾ വേഗം കടല വെന്ത് കിട്ടും ഉപ്പിടാതെ വെച്ചാൽ. ഇനി നമുക്ക് ആ മസാല അതിനകത്തോട്ട് ഇടാം. മസാല ഇട്ട് ഇളക്കി ഈ സമയം നമ്മൾ കുറച്ച് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇടുന്നുണ്ട്. മസാലയ്ക്കകത്ത് 1 ടീസ്പൂൺ ഇട്ടായിരുന്നു. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് ഇനിയും ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിലൂടെ പോട്ടെ. ഫുൾ ഫ്ലെയിമിൽ 2 വിസിലൂടെ പോട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ കടല റെഡിയാവും. നമ്മൾ കുക്കർ തുറന്ന് ഇതെല്ലാം മസാലയെല്ലാം വെന്തുടഞ്ഞ് അതിനകത്തെല്ലാം ചേർന്നിട്ടുണ്ട്. കടലയ്ക്ക് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ കടല കുറച്ച് ആ തവി കൊണ്ടൊന്ന് കുറച്ച് ഉടച്ചു കൊടുക്കുക. കുറച്ച് ഭാഗം ഉടച്ചു കൊടുത്താൽ ആ കടലയുടെ ഒരു ടേസ്റ്റും ഒന്ന് കുറുകുകയും ചെയ്യും. നല്ല ടേസ്റ്റായിരിക്കും. അപ്പം അങ്ങനെ കുറച്ച് കടല ആ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു ഐറ്റം കൂടെ ചേർക്കേണ്ട കുറച്ച് തേങ്ങാപ്പാലാണ്. 1 കപ്പ് തേങ്ങ ചിരകിയതാണ്. അതായത് 1 കപ്പ് തേങ്ങ ചിരകിയെന്ന് പറഞ്ഞാൽ ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ. 1 കപ്പ് തേങ്ങ ചിരകിയതിൽ 1/2 കപ്പ് തേങ്ങാപ്പാലുണ്ട്. അത് നമ്മളിവിടെ ചേർത്തു. അത് ഇട്ട് കഴിഞ്ഞ് ഇളക്കി ഒരുപാട് കിടന്ന് തിളയ്ക്കൊന്നും വേണ്ട. ആ സെൻറ്ററിൽ ഒരു കുമ്പള പോലെ വരുന്ന സമയം തന്നെ ഓഫ് ചെയ്യണം. അത് പിരിഞ്ഞു പോകാതെ. നമ്മുടെ കടലക്കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. പാലപ്പം, പൂരി, ചപ്പാത്തി, ചോറ് ഇവയോടൊപ്പം എല്ലാത്തിൻ്റെയും നല്ലൊരു കോമ്പിനേഷനായ കടലക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.